ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശപ്പടക്കുവാൻ മോഷ്ടിച്ചുവെന്നാരോപിച്ച് യുവാവിനെ കൊന്നുകളഞ്ഞ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പൂർണ്ണനല്ലാത്ത മനുഷ്യനിൽ നിന്നും അപൂർണതകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ അപൂർണതകളെ ഞാൻ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ പൂർണ്ണനല്ലാത്ത മനുഷ്യൻ തന്നെ ചെറിയ തെറ്റുകൾക്ക് വലിയ ശിക്ഷ നൽകി വല്ലാതെ അധിക്ഷേപിച്ച് മാറ്റി നിർത്തുന്നു. അപ്രകാരം മാറ്റി നിർത്തപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി വ്യക്തികളുണ്ട്, ജീവിതങ്ങളുണ്ട്. സമൂഹത്തിൽ മാന്യത നഷ്ടപ്പെട്ട് അംഗീകരണം ലഭിക്കാതെ തകർന്നു പോയ ഒത്തിരി ജീവിതങ്ങളുണ്ട്. ഒത്തിരി പേർ അധിക്ഷേപം നിമിത്തം, ചെറിയ തെറ്റുകൾക്ക് ലഭിച്ച വലിയ അപമാനം നിമിത്തം ജീവനെ തന്നെ സ്വയം നശിപ്പിച്ച ഒത്തിരി സംഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ഈ ദിവസം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, മനുഷ്യൻ്റെ അപൂർണതകളെ ക്ഷമിക്കുന്ന പൂർണ്ണനായ ഒരു ദൈവത്തെ പറ്റിയാണ്. അതെ, യേശു കർത്താവിൽ ഒരു തെറ്റുമില്ല, ഒരു പാപവും അവിടുന്ന് ചെയ്തിട്ടില്ല. എന്നിട്ടും അവിടുന്ന് നമ്മോട് ക്ഷമിച്ച കർത്താവാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവിടുത്തെ കരുണ തലമുറയോളം ഇരിക്കുന്നു. അതെ, തലമുറയോളം പാസ് ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ കരുണയെപ്പറ്റി മറിയ പ്രസ്താവിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 1999 ജാനുവരി മാസത്തിൽ ലോകത്തെ നടുക്കിയ ഒരു സംഭവം ഇപ്രകാരമായിരുന്നു. ഒഡീഷയിൽ ഒരു മിഷണറി കുടുംബം, ഗ്രഹാം സ്റ്റെയിൻസ്, തൻ്റെ 2 ആൺമക്കളെ ജീപ്പിനകത്തിട്ട് ജീവനോടെ ചുട്ടുകൊന്ന വളരെ ദാരുണമായ സംഭവം നടന്നു. എന്നാൽ ആ സംഭവത്തെ തുടർന്ന് ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് എൻ്റെ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞ കൊലപാതകനായ ദാരാ സിംഗിനോട് ക്ഷമിച്ചു. ദാരാ സിംഗിനെ കുറ്റവിമുക്തനാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് അതിനുള്ള നടപടികൾ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇത് ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച ആ ദൈവത്തിൻ്റെ മകൾ ദൈവിക കരുണ വെളിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ അതിനേക്കാളേറെ കരുണ തൻ്റെ ജീവിതത്തിൽ നിശ്ചയമായും അവർ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു എന്നും ജീവിക്കുന്നു. അതെ, ദൈവം നിങ്ങളോട് എല്ലാ തെറ്റുകളും ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ കരുണയിൽ നിങ്ങൾ ആശ്രയിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, അവിടെ നിങ്ങളെ തള്ളിക്കളയുകയില്ല. ഗോഡ് ബ്ലെസ് യു.